ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപമോചനം കിട്ടിക്കഴിഞ്ഞ് കുമ്പസാരത്തിലൂടെ പാപവിടുതൽ പ്രാപിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രായശ്ചിത്തം നിറവേറ്റി അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ പാപത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും വന്നാൽ എന്ത് ചെയ്യണമെന്ന് കഴിഞ്ഞ ധ്യാനത്തിൽ ചില അടിസ്ഥാന വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വിവരിച്ചു. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. സങ്കീർത്തനം 103:12 നമ്മൾ വായിക്കുന്നു, കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തിൽ നമ്മുടെ പാപങ്ങൾ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയ ആശ്വാസദൂത് നൽകുന്ന വചനമാണ്. കിഴക്കും പടിഞ്ഞാറും, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, സൗത്ത് ആൻഡ് നോർത്ത്, ഇങ്ങനെയുള്ള ദിക്കുകൾ ഒരിക്കലും ഒരുമിച്ച് കൂടില്ല. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് അത് വീണ്ടും ഇനി ഒരുമിച്ച് കൂടാത്തൊരകലമാണ്, അടുത്തു വരാത്തൊരകലമാണ്. ആ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലത്തിൽ നമ്മുടെ പാപങ്ങളെ തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും ആ പാപം നമ്മിലേക്ക് തിരിച്ചു വരികയില്ല. നമ്മൾ മനസ്സുകൊണ്ട് അതിനെ ആഗ്രഹിക്കുകയോ അതിനെ മനസ്സിൽ വെച്ച് താലോലിക്കുകയോ അത് വേണം അല്ലെങ്കിൽ വേണോ വേണ്ടയോ അങ്ങനെയുള്ള ആലോചനയ്ക്ക് വരാതിരിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ അടുത്തേക്ക് വരില്ല. അത് നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പ്രലോഭനമായിട്ട് വരുന്ന പിശാച് നമ്മുടെ അടുത്തേക്ക് ഈ പ്രലോഭനമായിട്ട് വരില്ല. അടുത്ത വചനം കൂടി നമുക്ക് നോക്കാം. അങ്ങനെ അവിടുന്ന് അവ അകറ്റി നിർത്തിയെന്ന് മാത്രമല്ല, ജോബിൻ്റെ പുസ്തകം 14:17 പറയുന്നത്, എൻ്റെ അതിക്രമങ്ങളെ, എൻ്റെ പാപങ്ങളെ സഞ്ചിയിലാക്കി മുദ്ര വയ്ക്കും, എൻ്റെ അകൃത്യങ്ങളെ മറയ്ക്കും. ഒരു സഞ്ചിയിലാക്കിയിട്ട് പാപങ്ങളെ വലിച്ചു മുറുക്കി കെട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യുമെന്ന് വീണ്ടും മിക്ക 7:19 പറഞ്ഞിട്ടുണ്ട്. മിക്ക 7:19 അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും, നമ്മുടെ അകൃത്യങ്ങൾ അവിടുന്ന് ചവിട്ടി മെതിക്കും, ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങൾ അവിടെ തൂത്തെറിയും. ഈ പാപങ്ങളെ ഒരു സഞ്ചിയിലാക്കി മുദ്ര വെച്ച് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് കടലിൻ്റെ അടുത്തിട്ട് കൊണ്ടിടും. അന്നത്തെ കാലത്ത് ജനങ്ങളുടെ ഒരു ധാരണ കടലിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു വസ്തുവിലേക്ക്, ആ മേഖലയിലേക്ക് പോകാൻ ആരെക്കൊണ്ടും പറ്റില്ല. അവിടുത്തെ പ്രഷറിൻ്റെ ഫലമായിട്ട് മാത്രമല്ല, ഇന്നും അത് ഒരു സത്യമാണ്. ഒരു മനുഷ്യൻ്റെ സാധാരണയുള്ള ഒരവസ്ഥയിൽ അങ്ങനെ പോകാൻ പറ്റില്ല. അങ്ങേയറ്റത്തെ സുരക്ഷാ നടപടികൾ എടുത്തിട്ട് പോലും അടുത്ത കാലത്ത് അവിടെ പോയൊരു ഗ്രൂപ്പ്, അവർ പിന്നെ ആ യന്ത്രം തകർന്ന് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട ചരിത്രം നമുക്കറിയാം. ആഴിയുടെ അഗാധങ്ങളിൽ പാപത്തെ കൊണ്ടുപോയി അവിടുന്ന് ആക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇരിക്കുക, അങ്ങോട്ട് തൂത്തെറിയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും ഈ പാപമേഖല നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഏഷ്യ 65:17 ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, പൂർവ്വകാര്യങ്ങൾ മനസ്സിൽ വരികയോ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. കഴിഞ്ഞകാല പാപങ്ങൾ ഇനി കർത്താവിൻ്റെ മനസ്സിലില്ല, അത് അനുസ്മരിക്കില്ല. ഏഷ്യ 51:8 ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറകളോളം നിൽക്കും. ഈ കുമ്പസാരത്തിലൂടെ പാപമോചനം കിട്ടുമ്പോൾ കിട്ടുന്ന വിടുതലും രക്ഷയും അഭിഷേകവും നിത്യം നിലനിൽക്കുന്നതാണ്, നമ്മൾ ആത്മാർത്ഥതയോടെ ദൈവത്തോട് സഹകരിക്കുകയാണെങ്കിൽ മാത്രം. ജെറമ്യ 31:34 അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. ഹെബ്രായർ 8:12 അവരുടെ അനീതികൾക്ക് നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഹെബ്രായർ 10:17 അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർക്കുകയില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ യഹൂദർ അവരെ കൊണ്ടുവന്നപ്പോൾ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് മോശയുടെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? തീരുമാനമെടുത്തു. യേശു ഒന്നും മിണ്ടിയില്ല. അവർ ആവർത്തിച്ച് ചോദിച്ചപ്പം പറഞ്ഞു, അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ, അവളെ ഇല്ലാതാക്കാൻ ഒരു കൂട്ടർക്ക് യോഗ്യതയുള്ളൂ, പാപം ചെയ്യാത്തവർ. പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ? എങ്കിൽ ചെയ്തു. ഈശോ അവരുടെ കല്ല് താഴെയിടാൻ പറഞ്ഞിട്ടില്ല, തിരിച്ചു പോകാൻ പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞില്ല. ഒറ്റ കാര്യം മാത്രം പറഞ്ഞു, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു, അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ചെയ്തു. പാപം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കല്ലെറിയാം. എല്ലാവരും വൃദ്ധന്മാരും ചെറുപ്പക്കാരും ഒക്കെ കല്ല് താഴെയിട്ട് പോയി.
എല്ലാവരും പോയപ്പോൾ ഈശോ ചോദിച്ചു, ആരും നിന്നെ ശിക്ഷിച്ചില്ലേ? ഇല്ല ഗുരു. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞ വാക്ക് വളരെ വളരെ ശക്തമായ ഒരു സന്ദേശം നൽകുന്ന വാക്കായിരുന്നു, വചനമായിരുന്നു. വാക്കല്ല, വചനം. ഒരു വലിയ വചനം. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, സമാധാനത്തോട് പൊക്കോ, പക്ഷേ ഇനിമേൽ പാപം ചെയ്യരുത്. ഞാൻ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഗോഡ് ഹു ലവ്സ് അസ് അൺകണ്ടീഷണലി വിൽ forgive our sins with one condition, sin no more. ഒരു വ്യവസ്ഥയും കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഒരു വ്യവസ്ഥയോട് കൂടെ മാത്രമാണ് നമ്മുടെ പാപം ക്ഷമിക്കുന്നത്. ഇനിമേലിൽ പാപം ചെയ്യരുത്, ഇനിമേലിൽ പാപം ചെയ്യരുത്. അപ്പോൾ പാപങ്ങൾ ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പാപമോചനം പ്രാപിച്ച് അവിടെ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തൽ വരുത്തി. നമ്മുടെ പാപം വഴി ആർക്കൊക്കെ നഷ്ടങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടായോ അവർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ പുനർനിർമ്മിക്കാൻ ആവശ്യമായ സഹായവും സഹകരണവും കൊടുത്തുകൊണ്ട് നമ്മൾ പാപത്തെ വെറുത്തുപേക്ഷിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക്, ദൈവൈക്യ ജീവിതത്തിലേക്ക്, പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക് കൃപയെ ആർജിക്കാൻ തിരുസഭയിലൂടെ ദൈവം നൽകുന്ന എല്ലാ മാർഗങ്ങളെയും മാധ്യമങ്ങളെ സ്വീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇനി ആ പാപം നമ്മളെ വേട്ടയാടുകയില്ല. പക്ഷേ അതിന് ഒരു വ്യവസ്ഥ ഈശോ പറയുകയാണ്, ഇനിമേൽ പാപം ചെയ്യരുത്, ഇനിമേൽ പാപം ചെയ്യരുത്. ധ്യാനിക്കാൻ വന്ന ഒരാൾ, അയാൾ എന്നോട് പറഞ്ഞത്, അച്ഛാ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇതെൻ്റെ ഒരു ബലഹീനതയാണ്. ഈ ബലഹീനത ഞാൻ സ്വന്തമാക്കിയതൊന്നുമല്ല, ദൈവം എന്നിൽ തന്നിരിക്കുന്ന എൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ പാപത്തിൽ വീണ് പോകും. ഞാൻ ചോദിച്ചു, ഞാനെന്ത് ചെയ്യണ്ടേ? അയാൾ ഇനിയും പാപം ചെയ്യുമെന്ന് ഉറപ്പോടു കൂടി എൻ്റെ അടുക്കൽ വെള്ളിയാഴ്ച ആശീർവാദം മേടിക്കാൻ വന്നത്. അല്ല, അച്ഛനൊരു ആശീർവാദം തന്ന് അച്ഛൻ എന്നെ പാപം ഇനി ചെയ്യാത്ത വിധം ശക്തിപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, ഞാൻ ആശീർവാദം തരാം, പക്ഷേ ഞാൻ നൽകുന്ന ആശീർവാദം എൻ്റെ കരം നിങ്ങളുടെ ശിരസിൽ ഞാൻ വെക്കുമ്പോൾ എൻ്റെ കരങ്ങൾക്ക് മീതെ ഈശോയുടെ കരങ്ങളാണ് വെക്കുന്ന ഈശോ. എൻ്റെ പൗരോഹിത്യ വരമുള്ള കരങ്ങൾ, ആ പൗരോഹിത്യ വരമുള്ള കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഈശോ ആണ്. പൗരോഹിത്യ വരമുള്ള പുരോഹിതന് അപ്പവും വീഞ്ഞും എടുത്ത് ബലിയർപ്പിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് പരിശുദ്ധ തൃത്വമാണ്. ഈശോ എന്ത് ചെയ്താലും അവിടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മ എന്ത് ചെയ്താലും തൃത്വത്തിൻ്റെ പ്രവൃത്തിയാണ്. പിതാവ് ചെയ്യുന്നതെല്ലാം തൃത്വത്തിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധ തൃത്വത്തിൻ്റെ കൂട്ടായ്മയിലുള്ള പ്രവർത്തനമാണത്. എൻ്റെ കരങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. അവിടുത്തെ രക്ഷാകര ബലിയുടെ യോഗ്യത എൻ്റെ കരങ്ങളിലൂടെ അവിടുന്നാണ് ഒഴുക്കുന്നത്, ഞാനല്ല. എന്നിലുള്ള എന്തെങ്കിലും കൃപയല്ല അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിന്നിലേക്ക് ദൈവത്തിൻ്റെ കൃപ വരണമെങ്കിൽ ഈ പാപം വീണ്ടും ചെയ്യാതിരിക്കാനുള്ള കൃപ നീ ആർജിക്കണം. അതിനുള്ള വില നീ കൊടുക്കണം. പാപ സാഹചര്യങ്ങൾ വിട്ടുപേക്ഷിക്കണം. മറ്റൊന്നുള്ളത്, പാപത്തെ ന്യായീകരിക്കുന്ന സ്വഭാവത്തിൽ നീ മോചനം പ്രാപിക്കണം. ഇതെൻ്റെ ടെമ്പറമെൻ്റാണ്, ഇതെൻ്റെ പ്രകൃതിയാണ്, ഇതെൻ്റെ സ്വഭാവമാണ്, അത് തലമുറകളിലൂടെ എന്നിലേക്ക് വന്നതാണ്, മറ്റുള്ളവരതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരാൾക്കും യേശുവിലൂടെയുള്ള അനുഗ്രഹം പ്രാപിക്കൽ നടക്കില്ലെന്ന് മാത്രമല്ല, അവനെ പിശാച് അവൻ്റെ പുറകെ വരും, അവനെ വിട്ടുപോവില്ല. ഇവൻ്റെ ന്യായീകരണം കിടക്കുക. പാപത്തെ ന്യായീകരിക്കുന്ന ഒരാൾക്ക് പോലും പിശാച് അവനെ വിട്ടുപോകുന്ന, ദൈവം അവനെ സ്വന്തമാക്കുന്ന അവസ്ഥയിലേക്ക് വളരാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, പാപത്തെ വെറുത്തുപേക്ഷിക്കാനും വീണ്ടും പാപം ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുക്കാനുമുള്ള വരവും കൃപയും ഞാൻ യാചിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് തമ്പുരാൻ്റെ മുമ്പിൽ പാപത്തെ വെറുത്തുപേക്ഷിക്കാനും ദൈവത്തോടുള്ള ഐക്യത്തിൽ ദൈവകൃപ പ്രാപിക്കാനും പാപത്തെയും ബലഹീനതയും ന്യായീകരിക്കുന്ന സ്വഭാവത്തിൽ മോചനം പ്രാപിക്കാനുള്ള കൃപ ഈശോയെ ഞങ്ങൾക്ക് തരണമേ. പാപത്തെ ന്യായീകരിക്കുന്ന ബലഹീനതയാണ്, അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് എന്നിലേക്ക് വന്ന, പാരമ്പര്യമായിട്ട് എന്നിലേക്ക് വന്ന ബലഹീനതയാണെന്ന് ന്യായീകരിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അങ്ങ് ബലം തരാൻ തയ്യാറാണ്, കൃപ തരാൻ തയ്യാറാണ്.
ഒരു കുഞ്ഞിനെപ്പോലെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ചാൽ അങ്ങത് തരുമെന്ന് എനിക്കറിയാം. അങ്ങയുടെ കൃപ നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.